ഉണ്ടല്ലേ ചാരിത്രല്ലേ ഇല്ല പോകുന്നില്ലല്ലോ. എന്തിനാ എത്ര ആണെങ്കിലും ഭാവനിക്കുന്നതാ കേറിക്കോളൂ. ഒന്നും വേണ്ട ഒന്നും വേണ്ട നമുക്കറിയാം. ഇല്ലാതെ കേറാലോ. അങ്ങോട്ട് പോകണ്ടേ? അത് പോലെ
വണ്ടി കൂടെ എടുത്തോ ഞാൻ മുടിക്കാതെ സാധനത്തിലെടുക്കില്ല കുട്ടികൾക്ക് കണ്ണൂർ ജില്ലയിലടക്കം സീറ്റില്ല നിങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ എന്താ പാവപ്പെട്ട പത്താം ഉണ്ടില്ല ഷർട്ടില്ല ഒരു ജില്ലാ പ്രസിഡന്റിനാണ് പോലീസിന്റെ ചട്ടകൾ പിണറായിയുടെ ചട്ടകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളെ പോരാട്ടം ചേർന്നല്ല. നിങ്ങൾ എല്ലാ ദിവസവും ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. എല്ലാ ദിവസവും ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തെ എല്ലാ ദിവസവും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ എല്ലാ ദിവസവും തെരുവിലേക്ക് ഇറങ്ങും. എത്ര പ്രാവശ്യം ഈ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരത്തിന് മലബാറിലെ +1 സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇന്ന് KSU സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തിയിരുന്നു. ഈ പ്രശ്നം +2 സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരം തുടരും എന്ന് KSU നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇന്ന് ഈ വിദ്യാഭ്യാസ ബന്ധുമായി ബന്ധപ്പെട്ട് വിവിധ സ്കൂളുകൾ സന്ദർശിച്ചതിന് ശേഷമാണ് KSU ജില്ലാ പ്രസിഡന്റ് MC അബ്ദുൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഈ DDO ഓഫീസിലേക്ക് ഓടിക്കയറിയത്. വലിയ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു. ആ പോലീസ് ഏറെ നേരം, ഏതാണ്ട് അരമണിക്കൂറോളം ഒരു യുദ്ധ സമാനമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇവിടെ നടന്നത്. ടൗൺ CIയും SIയും ഉൾപ്പെടെയുള്ള പോലീസ് സന്നാഹം എത്തി ഇപ്പോൾ എല്ലാ പ്രവർത്തകരെയും ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ സമരം തുടരും എന്നാണ് ജില്ലാ പ്രസിഡന്റ് MC അബ്ദുലും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിയും ഈ മാധ്യമങ്ങളോടൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഏതായാലും വരും ദിവസങ്ങളിലും ഈ സമരം തുടരും എന്ന പ്രഖ്യാപനമാണ് KSU ഇപ്പോൾ നടത്തിയിട്ടുള്ളത്.